നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന ഈ ചാനലിൻ്റെ 17ാമത്തെ എപ്പിസോഡാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ കവിതയെക്കുറിച്ച് കുറച്ച് പറയാമെന്ന് വിചാരിച്ചത്. നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അനുഭവങ്ങളാണ് നമ്മെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത്. പ്രവാസ ജീവിതത്തിൻ്റെ നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ 10-30 വർഷത്തെ നിവർന്ന് കിടക്കുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ എപ്പോഴും പ്രവാസം എന്ന് പറയില്ല. ആ 30 വർഷം എന്ന് പറയുന്ന ഒരു പുരുഷായുസിൻ്റെ നല്ലൊരു ഭാഗമാണ്. അപ്പോൾ അതിലുണ്ടായ ഓരോ അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ തീകോരിയിട്ട അനുഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് പിൽക്കാലത്ത് കാലാന്തരത്തിൽ ഞാൻ എഴുതിയ കവിതകൾക്ക് പ്രചോദനമായതും അങ്ങനെ കവിതയായി ജനിച്ചതും. അതിൽ വളരെയധികം സന്തോഷവാനാണ് ഞാൻ. അനുഭവങ്ങളില്ലെങ്കിൽ നമുക്കൊരിക്കലും എഴുതാൻ കഴിയില്ല. അനുഭവങ്ങളും വായനാനുഭവങ്ങളും ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപാട് പേരുടെ ചിന്താധാരയിലേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മുടേത് മാത്രം വായിച്ച് നമ്മുടെ മാത്രം പരിമിതമായിട്ടുള്ള അറിവുകൾ മാത്രം വെച്ച് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ധാരാളം വായിക്കണം, ധാരാളം പുസ്തകങ്ങൾ, നല്ലതും ചെറുതുമായിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്രോളം നമ്മൾ വായിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ചിന്തിക്കാനുള്ള തുടക്കങ്ങൾ ഇതെല്ലാം നമുക്ക് ലഭ്യമാകും. ഈ കവിത എഴുതുന്ന അവസരത്തിൽ 2012 വീണ്ടും ഒരു വസന്തകാലത്തിന് വേണ്ടിയിട്ട് ദുബായിൽ ചെല്ലുകയാണ്, വിസയിൽ. അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. 2007 മുതൽ 2010 വരെ 3 വർഷക്കാലം അവിടെ വർക്ക് ചെയ്തു. അത് മുന്നേയും കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരവസരം തേടി അവിടെ ചെല്ലുകയാണ്. അങ്ങനെ ദുബായിലെ ക്രീക്കിൽ ഇരിക്കുമ്പോൾ വന്നിട്ട് 2-3 ദിവസങ്ങളേ ആയുള്ളൂ. താമസിക്കാൻ മുറി കിട്ടി. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെറിയ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തൊഴിൽ രഹിതനാണ്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ വളരെ രസകരമാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഞാൻ ജോലി വാങ്ങിക്കൊടുത്ത കുറേ ആൾക്കാരുണ്ട്. ഇവിടെ മഹത്വമൊന്നുമല്ല പറയുന്നത്. അപ്പോൾ ഞാൻ വന്നിറങ്ങിയ ശേഷം അവരെ 1-2 തവണ വിളിച്ചു. ആദ്യത്തെ കോൾ എടുക്കും. അപ്പോൾ ഹായ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം, ഇങ്ങനെയാണ് സുഹൃത്തിനെ മറ്റാണ്. അപ്പോൾ ആ നമ്പർ നോട്ട് ചെയ്തു. പിന്നീട് വിളിച്ചാൽ ഉടനെ പറയുന്നത് ഞാൻ ഇവിടെയല്ല, ഞാനങ്ങ് അമേരിക്കയിലാണ്, അല്ലെങ്കിൽ റഷ്യയിലാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊന്നുമല്ല, ഞാൻ ഡ്യൂട്ടിയിലാണ്. പിന്നെ ആ കോൾ കണ്ടാൽ എടുക്കില്ല. കാരണം വിസിറ്റ് വിസയിൽ വന്ന് ഇദ്ദേഹത്തിനെ വീണ്ടും സഹായിക്കണ്ടേ. അപ്പോൾ അതൊരു വലിയൊരു ബാധ്യതയാണ്, ഒരു വലിയൊരു ബേർഡനാണ്. അങ്ങനെ ഒരുപാട് പേർ, 1-2 പേരല്ല, ഒരുപാട് പേർ. എല്ലാവരും അങ്ങനെയാണെന്നില്ല. 90% എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ഒരു സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്താൽ തിരിച്ച് ചെയ്യണമെന്ന് നിബന്ധനയും കണ്ടീഷൻസും ഒന്നുമില്ല. പക്ഷേ മനുഷ്യത്വപരമായി മനുഷ്യൻ എന്നുള്ള മാനുഷിക പരിഗണനകളിൽ വെച്ചും നമ്മളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വാക്കുകൊണ്ടുപോലും സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഓരോ വ്യക്തിയിലുമുണ്ട്. അങ്ങനെ വന്നിറങ്ങി 3ാമത്തെ ദിവസം കിടക്കാൻ ബെഡില്ല. അത് പ്രശ്നം. ബെഡ് വാങ്ങണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. വിളിക്കുന്നവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. കയ്യിൽ കുറച്ച് കാശേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വളരെയധികം ചിന്തിച്ചും വളരെയധികം മനപ്രയാസപ്പെട്ടും ക്രീക്കിലെ ഒരു ബെഞ്ചിൽ ഞാനങ്ങനെ ഇരിക്കുകയാണ്. 1 മണിക്കൂറില്ല, 2 മണിക്കൂറില്ല. നല്ല തണുപ്പ് സമയത്താണ് ചെന്നിറങ്ങുന്നത്. ഭയങ്കരമായിട്ടുള്ള തണുപ്പ്. ഇട്ടിരിക്കുന്ന ഡ്രസ്സും മാത്രമേ ഉള്ളൂ. റൂമിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ബെഡിൽ കിടക്കണം, പിന്നെ മറ്റുള്ളവരുടെ സഹതാപം അതെല്ലാം കാണണം. അത് വേണ്ട എന്ന് കരുതി അങ്ങനെ ആ രാവിൽ
ഒരുപാട് പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ഫലം തദൈവ തന്നെ. വിറങ്ങലിച്ച് ആ രാത്രി കംപ്ലീറ്റ് ക്രീക്കിലെ ആ ബെഞ്ചിൽ നേരം വെളുക്കുമ്പോഴും ഞാൻ അവിടെ കിടക്കുകയായിരുന്നു. നേരം വെളുത്ത് സൂര്യോദയത്തിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ച് അവിടുന്ന് ബർദുബായിലെ ശിവക്ഷേത്രത്തിന് മുന്നിൽ ചെന്നപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കുന്ന ചായയും ചെറിയ പലഹാരങ്ങളും ഒക്കെ കഴിച്ച് അവിടുത്തെ വേപ്പ് മരച്ചുവട്ടിൽ മണിക്കൂറുകളോളം ഇരുന്ന ദിനങ്ങൾ. എന്നിട്ട് മടങ്ങി റൂമിൽ വരുമ്പോൾ മുൻപുണ്ടായിരുന്ന പലരുടെയും മുഖഭാവം അവർണ്ണനീയമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടമെല്ലാം വെട്ടിപ്പിടിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ വീണ്ടും പണി അന്വേഷിച്ച് നടക്കുകയാണ്, നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഭാവം. അപ്പോൾ നമ്മളെല്ലാം നേടിക്കഴിഞ്ഞു, ഇനിയൊന്നും നേടാനില്ല എന്ന മട്ടിൽ ചിന്തിക്കുന്ന വേറൊരു കൂട്ടർ. പിന്നെ എല്ലാം ശരിയാവും, ധൈര്യമായിട്ടിരിക്കും മാഷേ എന്ന് പറയുന്ന വേറൊരു കൂട്ടർ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരുപാട് മുഖങ്ങൾ കണ്ട അനുഭവ സമ്പത്തുണ്ട്. പക്ഷെ ആ ക്രീക്കിലെ ആ തണുത്ത് വറച്ച രാത്രി ഒരിക്കലും മറക്കാവുന്നതല്ല. രാത്രി 2 മണിക്കും 3 മണിക്കും ആ ബെഞ്ചിൽ കിടന്നിട്ട് ചുരുണ്ടുകൂടി കിടക്കാനേ കഴിയുള്ളൂ. ചുരുണ്ടുകൂടി കിടന്നപ്പോഴും തണുപ്പിൻ്റെ മൽപ്പിടുത്തത്തിൽ നമ്മൾ അങ്ങനെ കണ്ടടച്ച് ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്ത് കുറേ ദൂരം നടക്കുകയും ഒക്കെ ചെയ്ത് ആ രാവ് താണ്ടാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. അപ്പോൾ അങ്ങനെ അവിടെ കഴിയുമ്പോൾ എൻ്റെ പരിചയത്തിലുള്ളൊരു മുൻ സുഹൃത്ത് രാത്രിയിൽ വന്നിരുന്ന് എൻ്റെ ബെഞ്ചിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരം എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചു, മറുപടിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ഇതാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കണം. എന്തൊക്കെ നമുക്ക് നേടാൻ കഴിയുമോ അതെല്ലാം നമുക്ക് നേടണം. അല്ലെ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണ്? സ്വന്തനല്ലേ പക്ഷേ വീണ്ടും കാണാം, ഞാൻ കുറച്ച് വെസ്റ്റേൺ സംഗീതം ആസ്വദിച്ചിട്ട് വരാം, ഇവിടെ തന്നെ കാണുമോ അതോ റൂമിലേക്ക് പോകുമോ? അല്ല, ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ കാണും. അന്ന് ആ പറഞ്ഞു പോയ വ്യക്തി ഞാൻ 3 മാസത്തെ വനവാസം പോലെ 3 മാസത്തിനുള്ളിലെ ജോലി തേടലും ഒടുവിൽ ജോലി കിട്ടലും, അങ്ങനെ എൻ്റെ ഓഫീസിലിരിക്കുമ്പോൾ അന്ന് എല്ലാം നേടിയെടുക്കണം എന്ന് പറഞ്ഞ് നിന്ന അതേ വ്യക്തി താടിയെല്ലാം വളർത്തി അവശനായി ആരോ പറഞ്ഞറിഞ്ഞ് എൻ്റെ അടുത്തൊരു ആപ്ലിക്കേഷനുമായിട്ട് വരികയാണ്. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് ജോലിയിൽ കയറ്റണം. എൻ്റെ ജോലി പോയി. എന്തുകൊണ്ടാണ് ഇത്രയും ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഏത് മനുഷ്യൻ്റെ ജീവിതവും ഏത് സാഹചര്യത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇന്ന് ഉയർച്ചയിൽ നിൽക്കുന്നവൻ നാളെ താഴ്ചയിലേക്ക് വരും, നാളെ താഴ്ചയിൽ നിൽക്കുന്നവൻ അടുത്ത ദിവസം അവൻ ഉയർച്ചയിലേക്ക് പോകും. ആ രാവിൻ്റെ മാറിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാചകം, എന്നോട് പറഞ്ഞ ആ സംസാരം ചെയ്ത അതേ വ്യക്തിയുടെ ജോലി തെറിക്കുകയും ജോലി പോവുകയും നഷ്ടപ്പെടുകയും വീണ്ടും ഒരു ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ജോലിയിൽ കയറിയിരിക്കുന്ന ആ സ്ഥാനത്തിൽ എന്നെ അന്വേഷിച്ച് വരിക. മാന്യമായി അദ്ദേഹത്തോട് പെരുമാറി സിവിൽ എഞ്ചിനീയറായിരുന്ന അദ്ദേഹത്തെ ടെക്നിക്കൽ മാനേജറായിട്ട് സംസാരിപ്പിച്ചു. ഇതെല്ലാം ചെയ്ത് ജോലിയുടെ കാര്യങ്ങൾ മാക്സിമം ചെയ്തു കൊടുത്തു, അവിടെ പകയും വിദ്വേഷവും ഇല്ലാതെ. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയ ആ ചിന്ത ആണ് 2022 കവിതയായി മാറിയത്. ഈ കവിതയുടെ ദൃശ്യാവിഷ്കാരം ഞാൻ അന്നിരുന്ന ആ ബർദുബായും ക്രീക്ക് ഏരിയയും അവിടുത്തെ കടലിനപ്പുറമുള്ള വൻകിട കെട്ടിടങ്ങളും മനോഹരമായ കാഴ്ചകളുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. നടനും അവിടെ തന്നെ ജോലിയുമൊക്കെയുള്ള സംഗീത ശ്രീശൻ
എന്ന ആളാണ് ഇതിനു വേണ്ടി വീഡിയോഗ്രാഫി ചെയ്തത്. മറ്റൊന്ന്, ഈ കവിത ആലപിച്ചത് കൃഷ്ണദാസ് പുളിയക്കോട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ശാസ്ത്രജ്ഞനും കൂടെയാണ് എന്നുകൂടി പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ഈണത്തിൽ ഇതിവിടെ അവതരിപ്പിക്കുന്നു. അതിലെ 3-4 വരികൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുന്നു. മോഹിക്കാൻ 1000 കാര്യങ്ങൾ, മോഹിക്കാൻ 1000 കാര്യങ്ങൾ, മോഹങ്ങൾക്ക് വിരാമമിടാൻ കഴിയാത്ത അവസ്ഥാന്തരങ്ങൾ, മോഹങ്ങൾക്ക് വിരാമമിടാൻ കഴിയാത്ത അവസ്ഥാന്തരങ്ങൾ, മോഹിക്കാൻ 1000 കാര്യങ്ങൾ, മോഹങ്ങൾക്ക് വിരാമമിടാൻ കഴിയാത്ത അവസ്ഥാന്തരങ്ങൾ. ഇനിയുള്ള വരികൾ കൃഷ്ണദാസ് പാടി അവതരിപ്പിക്കും. കാണുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. മോഹിക്കാൻ 1000 കാര്യങ്ങൾ, മോഹിക്കാൻ 1000 കാര്യങ്ങൾ, മോഹങ്ങൾക്ക് വിരാമമിടാൻ കഴിയാത്ത അവസ്ഥാന്തരങ്ങൾ, മോഹങ്ങൾക്ക് വിരാമമിടാൻ കഴിയാത്ത അവസ്ഥാന്തരങ്ങൾ, മോഹിക്കാൻ 1000 കാര്യങ്ങൾ. ജീവിതം മോഹവലയത്താൽ ചുറ്റപ്പെടുന്നു, ജീവിതം മോഹവലയത്താൽ ചുറ്റപ്പെടുന്നു, കർമ്മകാണ്ഡത്തിൽ വീണുഴലാൻ കഴിയാതെ, കർമ്മകാണ്ഡത്തിൽ വീണുഴലാൻ കഴിയാതെ, ദീപ്തമായ ഓർമ്മകൾ പേറി ജീവിക്കുന്നു, ദീപ്തമായ ഓർമ്മകൾ പേറി ജീവിക്കുന്നു. കർമ്മമണ്ഡലം പ്രോജ്വലമാക്കി മുന്നേറാൻ, കർമ്മമണ്ഡലം പ്രോജ്വലമാക്കി മുന്നേറാൻ യത്നിക്കാൻ ത്രാണിയുണ്ടായാൽ എല്ലാം ശുഭകരം, യത്നിക്കാൻ ത്രാണിയുണ്ടായാൽ എല്ലാം ശുഭകരം. മോഹിക്കാൻ 1000 കാര്യങ്ങൾ, എത്തുന്നതും എത്തപ്പെടുന്നതും ദിശയേതെന്നറിയാതെ, എത്തുന്നതും എത്തപ്പെടുന്നതും ദിശയേതെന്നറിയാതെ, കാലം കാത്തുവെച്ചത് മാത്രമേ ലഭിക്കൂ എന്ന, കാലം കാത്തുവെച്ചത് മാത്രമേ ലഭിക്കൂ എന്ന വീണ്ടു വിചാരമുണ്ടായാലെല്ലാം നേർപ്പാതയിലെത്തിടാം, വീണ്ടു വിചാരമുണ്ടായാലെല്ലാം നേർപ്പാതയിലെത്തിടാം.
അനുഭവങ്ങളാണ് അടിസ്ഥാനമെന്നു ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായെന്നു കരുതാം. നമ്മുടെ ജീവിതം സാർത്ഥകമായെന്നു കരുതാം. മോഹിക്കാൻ 1000 കാര്യങ്ങൾ, മോഹങ്ങൾക്ക് വിരാമമിടാൻ കഴിയാത്ത അവസ്ഥാന്തരങ്ങൾ, മോഹങ്ങൾക്ക് വിരാമമിടാൻ കഴിയാത്ത അവസ്ഥാന്തരങ്ങൾ, മോഹിക്കാൻ 1000 കാര്യങ്ങൾ, മോഹിക്കാൻ 1000 കാര്യങ്ങൾ.